ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിമല ഹൃദയ തിരുനാൾ. അമലയായി ഉത്ഭവിച്ച പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം. വിമല ഹൃദയ തിരുനാൾ അമലയായ അമ്മയുടെ അപദാനങ്ങളെ ധ്യാനിക്കാനുള്ള സുവർണാവസരമാണ്. തിരുഹൃദയ തിരുനാളിന് ശേഷമാണ് നാം ഈ തിരുനാൾ സഭയിൽ ആഘോഷിക്കുക. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് ഉറ്റുനോക്കാനുള്ള ഒരു സുവർണ അവസരമാണ് വിമല ഹൃദയ തിരുനാൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. തിരുഹൃദയ ഭക്തിയോടനുബന്ധിച്ചാണ് വിമല ഹൃദയ ഭക്തിയും വളർന്നു വരുന്നത്. ഈ വിമല ഹൃദയ ഭക്തിയുടെ ഏറ്റവും വലിയ പ്രചാരകനായിരുന്നു വിശുദ്ധ ജോൺ യൂട്സ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ ഭക്തി പ്രചാരം നേടുന്നത്. 1601 ഫ്രാൻസിലെ നോർമാൻഡിയിൽ അദ്ദേഹം ജനിക്കുന്നു. പിന്നീട് 1680 ഓഗസ്റ്റ് 19 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുകയും ചെയ്തു. ആദ്യമായി വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നത് 1648 അന്ന് തിരുഹൃദയ ഭക്തിയുടെ പ്രചാരകയായി പിന്നീട് മാറിയ മേരി അലക്കോക്കിന് 1 വയസ്സാണ് പ്രായം. തിരുഹൃദയ ഭക്തിയോടൊപ്പം വിമല ഹൃദയ ഭക്തിയും വളർന്നു വന്നു എങ്കിലും ഈ വിശുദ്ധൻ്റെ കാലഘട്ടത്തിലാണ് വിമല ഹൃദയ ഭക്തിക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. 2ാം ലോകമഹായുദ്ധകാലത്ത് 12ാം പിയൂസ് പാപ്പ ലോകത്തെ മുഴുവനും പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനാണ് പിതാവ് ലോകത്തെ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. ഈ ഭക്തി കൂടുതൽ പ്രചാരം നേടിയത് ഇങ്ങനെയുള്ള ഒരു സമർപ്പണത്തിലൂടെയാണ്. അപ്പോൾ വിമല ഹൃദയം എന്നതിലൂടെ നാം മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മയുടെ നിർമ്മലമായ ആന്തരികമായ ജീവിതം, നിറഞ്ഞു നിന്ന പുണ്യങ്ങൾ, സ്വഭാവ നൈർമല്യം എന്നിവയെക്കുറിച്ചാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ 800-ലധികം പ്രാവശ്യം ഹൃദയം പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളത് ഹൃദയത്തിൻ്റെ നൈർമല്യം എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ അമ്മയുടെ ഹൃദയം നിർമ്മലമായിരുന്നു എന്ന് പറയുമ്പോൾ ജീവിത വിശുദ്ധി തന്നെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹൃദയം സ്നേഹത്തിൻ്റെ ഇരിപ്പിടമാണല്ലോ. മാതാവിൻ്റെ കറതീർന്നതും കലവറയില്ലാത്തതും നിർമ്മലവുമായ സ്നേഹം ഏറ്റവും കൂടുതൽ ധ്യാനിക്കാനുള്ള അവസരമാണ് വിമല ഹൃദയ തിരുനാൾ. അപ്പോൾ ദൈവത്തെയും സഹജീവികളെയും ആർദ്രമായി സ്നേഹിച്ചുകൊണ്ട് അവിടുന്ന് അത് സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയുണ്ടായി. ഈ തിരുനാൾ ദിവസം സാധാരണ വിശുദ്ധ ബലിയിൽ വായിക്കുന്ന തിരുവചന ഭാഗം ഈശോയെ ജെറുസലേമിൽ വെച്ച് കാണാതാകുന്നതും പിന്നീട് കണ്ടുകിട്ടുന്നതുമായ രംഗമാണ്. തിരുഹൃദയത്തിലേക്ക് നോക്കി നാം പ്രാർത്ഥിക്കുന്നു. ഹൃദയശാന്തതയും എളിമയുള്ള ഈശോ, എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ എന്ന്. അതേ ഹൃദയം തന്നെയാണ് പരിശുദ്ധ അമ്മയിലും നമുക്ക് കാണുവാൻ സാധിക്കുക. ഒരു വത്സല മാതാവിൻ്റെ സ്നേഹത്തോടും ആർദ്രതയോടും കൂടി കാണാതാകുന്ന ഈശോയെ തേടി നടക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഹൃദയം. ദേവാലയത്തിൽ വെച്ച് ഈശോയെ സമർപ്പിക്കുന്ന വേളയിൽ ശമയോൻ പരിശുദ്ധ അമ്മയോട് പറയുന്നത് നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്നാണ്. പിന്നീട് കാണാതായ ശേഷം ദേവാലയത്തിൽ വെച്ച് ഈശോയോടമ്മ പറയുന്നുണ്ട്, നിൻ്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ അന്വേഷിക്കുകയായിരുന്നു, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് എന്ന്. തിരിച്ചുള്ള മറുപടി പിതാവിൻ്റെ കാര്യങ്ങളിൽ താൻ വ്യാപൃതനാണെന്നും പിതാവിൻ്റെ ആലയത്തിലാണ് താൻ ജീവിക്കുന്നതെന്നും ആയിരുന്നു ഈശോയുടേത്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും പരിശുദ്ധ അമ്മയ്ക്ക് മുഴുവനായും മനസ്സിലായില്ല എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം അവിടുന്ന് ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്നാണ് തിരുവചനം സാക്ഷിക്കുക. അപ്പോൾ ഒരു ദിവസത്തെ നഷ്ടം നികത്താൻ 3 ദിവസം യാത്ര ചെയ്യുന്ന പരിശുദ്ധ അമ്മയും കുടുംബവും, അങ്ങനെ യാത്ര ചെയ്യുമ്പോഴുള്ള അമ്മയുടെ ഉത്കണ്ഠാകുലമായ ഹൃദയം, ആകുലമായ ഹൃദയം, ഈശോയെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന, ഇതൊക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈശോയെ തേടി നടക്കുന്ന അമ്മയുടെ ഹൃദയത്തിലെ തേങ്ങലുകൾ, നൊമ്പരങ്ങൾ, ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഭാവങ്ങൾ, ഇതൊക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. മകനോടൊപ്പം യാത്ര ചെയ്യുന്ന അമ്മ, ഈശോയുടെ ഹൃദയത്തോട് തൻ്റെ ഹൃദയവും ചേർത്ത് വയ്ക്കുന്ന അമ്മ, മകനോടൊപ്പം ജീവിതം ചെലവഴിച്ച അമ്മ, കാൽവരിയിൽ ഈശോ യാഗമായി തീരുമ്പോൾ മറ്റൊരു യാഗദ്രവ്യമായി കാൽവരി മലയുടെ ചുവട്ടിൽ, കുരിശിൻ്റെ ചുവട്ടിൽ ഈശോയുടെ അടുത്ത് തന്നെ പരിശുദ്ധ അമ്മയും നിലകൊള്ളുകയാണ്. അപ്പോൾ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് അവിടുത്തെ കണ്ടുകിട്ടുമ്പോൾ ഈശോ പറഞ്ഞത് പൂർണ്ണമായിട്ടും ഗ്രഹിക്കാൻ കഴിയാതിരുന്ന അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ
അമ്മയുടെ ജീവിതത്തിൽ വിമല ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഈ ധ്യാനാത്മകതയാണ് ഏറ്റവും നല്ല ഭാവങ്ങളിലൊന്ന് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിരുന്നു, പ്രതികരിക്കാനും മറുതലിക്കാനും ചോദ്യം ചെയ്യാനുമൊക്കെ. ഈ സന്ദർഭങ്ങളെയൊക്കെയും പരിശുദ്ധ അമ്മ അതിജീവിച്ചത് ഈ ധ്യാനാത്മക ജീവിതത്തിൻ്റെ ധന്യത കൊണ്ടാണ്. ധ്യാനാത്മക ജീവിതം പരിശുദ്ധ അമ്മയെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ സഹായിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എലിസബത്തിൻ്റെ വീട്ടിൽ വെച്ച് മാതാവ് പാടിയ മനോഹരമായ സ്തോത്രഗീതം അത് പ്രത്യാശയുടെ ജീവിതമാണ് പ്രകടമാക്കുന്നത്. ഇപ്പോൾ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് പരിശുദ്ധ അമ്മ പറയുമ്പോൾ ലോകം മുഴുവനും തന്നെ ഭാഗ്യവതിയായി കാണുമെന്നുള്ള വലിയ പ്രതീക്ഷ പരിശുദ്ധ അമ്മയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവം ചെയ്ത നന്മകളെ വാഴ്ത്താനും ശോഭനമായ ഭാവിയെ പ്രതീക്ഷിക്കാനും അമ്മയ്ക്കുണ്ടായിരുന്ന വലിയ കൃപയിലേക്കാണ് ഈ സ്തോത്രഗീതം പോലും വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ധ്യാനാത്മക ജീവിതത്തിൻ്റെ ധന്യത എന്ന് പറയുന്നത് ഈ വാക്കുകളിലും നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കും. നന്ദി നിറഞ്ഞ ഹൃദയം നന്മയുള്ള ഹൃദയമാണ്. അത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ഹൃദയത്തോട് ഹൃദയം ചേർത്ത് വയ്ക്കുമ്പോഴുള്ള ഒരനുഭവമാണ്. നാം പാടാറുണ്ടല്ലോ, കനലോട് ചേരുമ്പോൾ കനലായി മാറുമ്പോൾ, കടലോട് ചേരുമ്പോൾ കടലായി മാറുമ്പോൾ എന്ന് പാടുന്ന അതേ അനുഭവം തന്നെയാണ് ഇവിടെയും. ഹൃദയങ്ങൾ ചേർന്നിരിക്കുമ്പോൾ ഉളവാകുന്ന, പ്രത്യേകിച്ചും തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ മാറ്റമാണിത്. ഇപ്പോൾ ലത്തീൻ ആരാധനാക്രമത്തിലെ വിശുദ്ധ ബലി മധ്യേ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ മാതാവിൻ്റെ ഹൃദയത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വിവിധ കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ്. പ്രത്യേകിച്ച് വിവേകമുള്ള ഹൃദയം, നിർമ്മലമായ ഹൃദയം, ആർദ്രമായ ഹൃദയം, മാംസളമായ ഹൃദയം, ഒരുക്കമുള്ള ഹൃദയം, അവിഭക്ത ഹൃദയം, തീഷ്ണതയുള്ള ഹൃദയം എന്നിങ്ങനെയാണ്. ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയം നമുക്ക് നൽകുന്ന വലിയ സന്ദേശം എങ്ങനെ ഹൃദയം ദൈവത്തോട് ചേർത്ത് വയ്ക്കാം എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നത് അവിഭക്ത ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാനും ആ നിറവിൽ നിന്ന് സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ അരുവിയായി ഒഴുകുക പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയം നിറയെ സ്നേഹമാകുമ്പോൾ തീർച്ചയായിട്ടും അരുവിയായി ഒഴുകാൻ സാധിക്കും. അപ്പോൾ മാതൃഹൃദയത്തിലെ ആർദ്രഭാവങ്ങൾ ആർജിച്ചെടുക്കാനുള്ള ആഹ്വാനം കൂടിയാണ് വിമല ഹൃദയ തിരുനാൾ. ലോകത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന രണ്ട് സുപ്രധാനമായ കാര്യങ്ങളാണ് ഹൃദയ നൈർമല്യവും ഹൃദയ ആർദ്രതയും. സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും എന്ന്. പരിശുദ്ധ അമ്മ ദൈവത്തെ കാണുക മാത്രമായിരുന്നില്ല, ഈശോയെ ധരിക്കുന്ന, സ്വീകരിക്കുന്ന, അനുഗമിക്കുന്ന വ്യക്തിയുടെ ഹൃദയങ്ങളും എങ്ങനെ ആയിരിക്കണമെന്ന് അമ്മ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ദൈവ സാന്നിധ്യത്തിലും ദൈവാശ്രയ ബോധത്തിലും ജീവിക്കുന്ന വ്യക്തികളിൽ വിളങ്ങി നിൽക്കുന്ന പുണ്യമാണ് ഹൃദയ ആർദ്രത എന്ന് പറയുന്നത്. ഈ ആർദ്രഭാവങ്ങൾ വിരൽ ചൂണ്ടുന്നത് മനുഷ്യത്വത്തിലേക്കും ധാർമ്മിക നന്മയിലേക്കും ആത്മീയ നന്മകളിലേക്കും ദൈവിക പുണ്യങ്ങളുടെ പൂർണ്ണതയിലേക്കുമാണ്. നന്മകളുടെ വിളനിലമായി പ്രശോഭിക്കാൻ പരിശുദ്ധ അമ്മയെ സഹായിച്ചതും ഈ ഹൃദയ ഐക്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഹൃദയ നൈർമല്യം നഷ്ടമാകുമ്പോൾ അത് ഹൃദയ കാഠിന്യത്തിലേക്ക് നയിക്കുന്നു. ഹൃദയം കഠിനമാവുമ്പോൾ ആർദ്രഭാവങ്ങൾ ഇല്ലാതാകുന്നു. ആർദ്രഭാവങ്ങൾ ഇല്ലാത്ത ഹൃദയത്തിന് അടുത്ത് നിൽക്കുന്നവരെ തിരിച്ചറിയുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിനാൽ തന്നെ വേദനിക്കുകയും വേദനിപ്പിക്കുകയും കണ്ണീരിലേക്ക് വലിച്ചിഴപ്പെടുകയും ചെയ്യുന്ന നിരവധി മാതൃഹൃദയങ്ങളുടെ ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. വിമല ഹൃദയ തിരുനാൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഈ ലോകത്തിലെ ഒരുപാട് അമ്മമാരുടെ മുഖം നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ പല അമ്മമാരും കടന്നു പോകുന്ന അനുഭവങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് അന്യമായിരുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഈ സന്ദർഭങ്ങളിലൊക്കെയും ഹൃദയ ശാന്തത കൈവെടിയാതെ കാര്യങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുന്ന പരിശുദ്ധ അമ്മയെയാണ് നമുക്ക് കാണാൻ കഴിയുക. പരിശുദ്ധ അമ്മയുടെ സവിശേഷത ലോകത്തിലെ ഏതൊരു അമ്മയും കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാത്തു സൂക്ഷിച്ച ഹൃദയ ആർദ്രതയും ഹൃദയ ശാന്തതയുമാണ്. ഇപ്പോൾ 7 തരത്തിലുള്ള അമ്മമാരെ നമുക്ക് പരിശുദ്ധ അമ്മയിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ അമ്മമാരെയെല്ലാം കൂടി ഓർക്കാനുള്ള ഒരവസരമായിട്ട് നമുക്കിതിനെ വിനിയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തേത് അപകടത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാർ. ഗർഭധാരണ കാലം മുതൽ ജീവനെ സ്നേഹിക്കണമെന്നും
ആ ആത്മാവിനെ അവസാനം വരെ കാത്തു സൂക്ഷിക്കണമെന്നും പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഓരോ കുഞ്ഞിൻ്റെ ജീവിതവും ജന്മവും എന്തുമാത്രം നമ്മൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യണം. ഓരോ ആത്മാവിനെയും അന്ത്യശ്വാസം വലിക്കുന്നത് വരെ ഓരോ ആത്മാവിനെയും എത്രമാത്രം സ്നേഹിക്കണമെന്നും പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉദരസ്ഥ ശിശുവിനെയും കൊണ്ടുള്ള പരിശുദ്ധ അമ്മയുടെ യാത്ര, ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള അമ്മയുടെ കഷ്ടപ്പാടുകൾ എല്ലാം വിരൽ ചൂണ്ടുന്നത് ജീവനോടുള്ള പരിശുദ്ധ അമ്മയുടെ സ്നേഹമാണ്. ആ സ്നേഹം തന്നെയാണ് ഇന്നത്തെ അമ്മമാരിലും നമുക്ക് കാണാൻ സാധിക്കുക. ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എത്രയോ കഷ്ടപ്പെടുന്ന അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്. ഈ അമ്മമാരെക്കുറിച്ച് ഓർക്കാനുള്ള ഒരു അവസരമാണ് വിമല ഹൃദയ തിരുനാൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ജീവനെ സ്നേഹിക്കുക, അതിൻ്റെ ആരംഭം മുതൽ അവസാന നിമിഷം വരെ അതിനെ കാത്തു സൂക്ഷിക്കുക, ജീവൻ കൊടുക്കുക, ജീവൻ സംരക്ഷിക്കുക, അതിലൂടെ നിത്യജീവനിലേക്ക് കടന്നു വരിക, ഈ സത്യങ്ങളൊക്കെയും ഈ പറയുന്ന കാര്യത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഉദരസ്ഥ ശിശുവിനെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അല്ലെങ്കിൽ നിറവയറുമായി നടക്കുന്ന ഒരമ്മയെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ആദരിക്കുന്ന ഒരു സമൂഹം, അത് എന്തുമാത്രം ജീവനെ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ ഫിലിപ്പീൻസിലായിരുന്ന സമയത്ത് അവിടെയുള്ള ആളുകളുടെ ഒരു സംസ്കാര രീതിയാണ് ഗർഭിണികളായ സ്ത്രീകളെ കാണുന്നത് അങ്ങേയറ്റം ഐശ്വര്യമായിട്ട് പരിഗണിക്കുക എന്നുള്ളത്. എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും അവർക്ക് എഴുന്നേറ്റ് സീറ്റ് കൊടുക്കാനും, പ്രത്യേകിച്ച് യാത്രയിലൊക്കെ ആണെങ്കിൽ ഗർഭിണിയായ ഒരു സ്ത്രീയെ കണ്ടാൽ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരൊരു സീറ്റ് കൊടുക്കും, അവരെ ബഹുമാനിക്കും. എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും അവരോട് കുശലാന്വേഷണം നടത്തുന്ന ഒരു സമൂഹം. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വൈദികനോടൊപ്പം ഊണ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഭക്ഷണം സെർവ് ചെയ്തിരുന്നത് ഒരു ഗർഭിണിയായ സ്ത്രീയാണ്. ഉടനെ തന്നെ അച്ഛൻ അവരോട് എന്നാണ് പ്രസവം, കുഞ്ഞ് എങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് അതിശയമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഗർഭിണികളായ സ്ത്രീകളെ കാണുന്നത് വലിയ ഐശ്വര്യമാണ് എന്ന്. ഞാൻ ആ കാലഘട്ടത്തിൽ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ചാപ്ലൈനായിട്ട് ജോലി ചെയ്യുകയാണ്. ഒരു വർഷം 3000 മുതൽ 4000 പ്രസവങ്ങൾ വരെ നടക്കുന്ന ഒരു ആശുപത്രിയാണ്. എൻ്റെ മുറി അതിന് തൊട്ടടുത്തായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ അച്ഛനോട്, അങ്ങനെയെങ്കിൽ ഭാഗ്യപ്പെട്ട ജീവിതങ്ങളിൽ ഒന്നാണ് എൻ്റേത് എന്ന്. തീർച്ചയായിട്ടും നഴ്സുമാരും ഡോക്ടർമാരുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെയും അങ്ങനെയുള്ള പ്രസവ വാർഡിന് തൊട്ടടുത്തൊരു മുറി, ഇപ്പോൾ രാവിലെ മുതൽ അമ്മമാരിങ്ങനെ ക്യൂ നിൽക്കുന്നത്, അപ്പോൾ അങ്ങനെയുള്ള അവരുടെ കഷ്ടപ്പാടുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ളവരെ കാണുന്നത് തന്നെ ദൈവാനുഗ്രഹമാണെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു ദൈവാനുഗ്രഹത്തിലേക്ക് കാണാനും അത് അനുഭവിക്കാനുമുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജീവൻ്റെ തന്നെ സ്നേഹവും ബഹുമാനവും പ്രകടമാക്കുന്ന അവസരങ്ങളാണ്. രണ്ടാമത്തേതായിട്ട് കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ക്ലേശങ്ങൾ ഏറ്റെടുക്കുന്ന അമ്മമാരാണ്. അപ്പോൾ ആദ്യത്തെ കൺമണി, അതിനെ പ്രസവിക്കാൻ വേണ്ടി സ്ഥലം തേടുന്ന പരിശുദ്ധ അമ്മ, പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിയുന്ന പരിശുദ്ധ അമ്മ. അപ്പോൾ ഇന്നും നവജാത ശിശുക്കൾക്ക് വേണ്ടി ഇടം തേടുന്ന അമ്മമാരെ നമുക്ക് കാണാൻ സാധിക്കും. റഷ്യൻ ഉക്രൈൻ യുദ്ധം നടക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് യുദ്ധമുഖത്തു നിന്നുള്ള വാർത്തകൾ നാം വായിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ചിത്രമെന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ പുറകുവശത്ത് മേൽവിലാസം എഴുതി മരണത്തിനായി ഒരുങ്ങിയിരിക്കുന്ന ഒരമ്മയെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ പുറത്ത് എഴുതി വച്ചിരിക്കുന്ന മേൽവിലാസം മാത്രമാണ് ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു സന്ദേശം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മേൽവിലാസം എഴുതി വയ്ക്കുന്നതിലൂടെ ആ അമ്മ കുഞ്ഞിനോടും ലോകത്തോടും പറയുന്ന ചില സത്യങ്ങളുണ്ട്. ജീവനെ ഞാൻ അവസാനം വരെ സ്നേഹിക്കുന്നു. ഈ കുഞ്ഞ് അനാഥയല്ല. ഒരു കാരണവശാലും ഒരു അനാഥ ശിശുവായി ജീവിക്കാൻ ഈ കുഞ്ഞിനെ ഞാൻ അനുവദിക്കുകയില്ല. ലോകം ഇത് കാണണം, അറിയണം, ലോകം ജീവനെ സ്നേഹിക്കണമെന്ന വലിയ സന്ദേശം ആ അമ്മ നമുക്ക് നൽകുന്നുണ്ട്. ആ സന്ദേശം നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ എത്രയോ ആഴത്തിൽ കാണാൻ സാധിക്കും. ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ നടത്തുന്ന പ്രയത്നങ്ങളും പരിശുദ്ധ അമ്മയുടെ കഷ്ടപ്പാടുകളും. അപ്പോൾ വിമല ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഇത്തരം അമ്മമാരുടെ ഹൃദയം കൂടി നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന വിധവകളായ അമ്മമാരുടെ ഒരു മുഖവും പരിശുദ്ധ അമ്മയിലുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടൊപ്പം വളരെ കുറച്ച് നാളുകൾ മാത്രമേ പരിശുദ്ധ അമ്മയ്ക്ക് ജീവിക്കാൻ സാധിച്ചുള്ളൂ. ഒന്നിനും ഒരു കുറവും വരുത്താതെ പരിശുദ്ധ അമ്മ ഈശോയെ സംരക്ഷിക്കുകയാണ്. അപ്പം അങ്ങനെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും വിധവയായി ജീവിച്ച പരിശുദ്ധ അമ്മയുടെ ചിത്രം. അപ്പോൾ ഈ വിധത്തിൽ മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന എത്രയോ വിധവകളായ അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്.
അപ്പോൾ അവരുടെയൊക്കെ വേദനയുടെ ആഴം മനസ്സിലാക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. അടുത്തതായിട്ട് ക്രൂരമായി വധിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാരാണ്. ലോക ചരിത്രത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു സത്യം കൂടിയാണ് അത്. ലോകത്തിന് രക്ഷ നൽകാൻ ഇറങ്ങിത്തിരിച്ച ഈശോയെ ക്രൂരമായ വിധം കുരിശിൽ തറയ്ക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന ഒരമ്മയുടെ ചങ്കിലെ തീ എന്തുമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ മരണം വരിച്ച ഒരുപാട് മക്കളുടെ അമ്മമാരെ നമുക്ക് കാണാൻ സാധിക്കും. സ്നാപകൻ്റെ അമ്മ, വിശുദ്ധ മരിയ ഗൊരേത്തിയുടെ അമ്മ, അതുപോലെ തന്നെ സിസ്റ്റർ വത്സ ജോൺ വലമേൽ, സിസ്റ്റർ റാണി മരിയ, ഇവരുടെയൊക്കെ അമ്മമാർ നമ്മളൊന്ന് ഊഹിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മക്കൾക്ക് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുകയും ജീവനെ സ്നേഹിക്കുകയും അവരുടെ നന്മ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അമ്മമാർ അവരുടെ മരണം കൂടി കാണേണ്ടി വരുമ്പോഴുള്ള വേദന ഊഹിക്കാവുന്നതാണ്. അപ്പോൾ വിമല ഹൃദയ തിരുനാൾ ദിവസം ആ അമ്മമാരെ കൂടി നമ്മളൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അടുത്തതായിട്ട് നമ്മുടെ മുമ്പിൽ തെളിയുന്നത് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട അമ്മമാരാണ്. ഒരായുസ് മുഴുവൻ മകനായി കഷ്ടപ്പെടുകയും പിന്നീട് ജീവിതത്തിൽ തനിച്ചായി പോവുകയും ചെയ്ത പരിശുദ്ധ അമ്മ. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഇന്നും ജീവിക്കുന്ന അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്. വൃദ്ധസദനങ്ങളിലും ആതുരാലയങ്ങളിലുമൊക്കെ ആശ്രയം തേടിയിട്ടുള്ള അമ്മമാർ, കൂടാതെ സുനാമി, കത്രീന, വിൽമ, ലൈല തുടങ്ങിയ ദുരന്തങ്ങളിലൂടെ എല്ലാം നഷ്ടപ്പെട്ട അമ്മമാർ. ഇവർക്കെല്ലാം ആരാണ് തുണയാവുക? ആരാണ് ആശ്രയമാവുക? ഈ അമ്മമാരൊക്കെ നോക്കേണ്ടത് വിമല ഹൃദയത്തിലേക്കാണ്. ആശ്വാസവും ആശ്രയവും ലഭിക്കേണ്ടതും വിമല ഹൃദയത്തിൽ നിന്നാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ അവസ്ഥകളിലൂടെയൊക്കെ പരിശുദ്ധ അമ്മയും കടന്നുപോയി. അവിടെയൊക്കെ ഈ ഹൃദയശാന്തത, ഹൃദയാർദ്രത പരിശുദ്ധ അമ്മയ്ക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ മറ്റ് മക്കളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്ന അമ്മമാർ. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഈശോ ആ മകനെയും സ്വീകരിക്കുകയാണ്. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ലോകത്തിൽ ഒരു ജീവന് കൂടി അമ്മയുടെ സ്നേഹം പകർന്നു കൊടുക്കാനുള്ള നല്ല മനസ്സോടുകൂടെ. അപ്പോൾ ഈ സ്നേഹം പകർന്നു കൊടുക്കുന്ന ധാരാളം വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. അമ്മയുടെ സ്നേഹത്തോടെ ആതുരാലയങ്ങളിൽ കഴിയുന്നവരെ, വൃദ്ധസദനങ്ങളിൽ കഴിയുന്നവരെ സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കുന്ന എത്രയോ അൽമായ സഹോദരീ സഹോദരന്മാരും സമർപ്പിതരായ സഹോദരീ സഹോദരന്മാരും നമുക്ക് ചുറ്റുമുണ്ട് എന്നോർത്തിരിക്കുക. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുകയുണ്ടായി, വിജയകരമായ ഏതൊരു വൈദിക ജീവിതത്തിൻ്റെ പിന്നിലും ഒരു നല്ല അമ്മയുടെ കൈപുണ്യവും ഒരു നല്ല അമ്മയുടെ ഹൃദയാർദ്രതയും ഹൃദയശാന്തതയും നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. അപ്പോൾ നന്മ നിറഞ്ഞ അമ്മമാരുടെ സാന്നിധ്യമാണ്, സ്നേഹമാണ്, പ്രാർത്ഥനയാണ് ജീവിത വിജയം നേടുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരമായി നിലകൊള്ളുന്നത്. പുരോഹിതരോട് മാതൃനിർവിശേഷമായ സ്നേഹവും വാത്സല്യവും കരുതലും കാത്തു സൂക്ഷിക്കുന്ന ധാരാളം അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്. ഇടക്കാലത്ത് വീട്ടിൽ പോയ സമയത്ത് അവിടെ വെച്ച് ഒരു വലിയമ്മയെ കാണാനായിട്ട് ഇടയായി. അപ്പോൾ അവരെ വിളിക്കുന്നത് ഇളയമ്മ എന്നാണ്. അപ്പോൾ അത്രയും പഴയ ചട്ടയും മുണ്ടുമൊക്കെ ധരിച്ചിട്ടാണ് അവർ നടന്നിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, ഞാൻ അച്ഛന്മാർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛാ, എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമെന്ന്. 80 83 വയസ്സുള്ള ആ ചട്ടയും മുണ്ടും ധരിച്ച ആ ഇളയമ്മയുടെ മുഖത്ത് തെളിഞ്ഞ പ്രകാശവും അതിലെ സംതൃപ്തിയും എനിക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. അത്രമാത്രം സ്നേഹിക്കുകയും വാത്സല്യപൂർവ്വം പരിഗണിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അമ്മമാർ. ഒടുവിൽ നന്മകളുടെ എല്ലാം വിളനിലമായ മാതാവ്. അമ്മയും നന്മയും ഒന്നാണ് എന്ന് നാം പറയുന്നു. നന്മ നിറഞ്ഞ ഒരമ്മ എങ്ങനെയെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നു. പരിശുദ്ധ കന്യകാമറിയം എല്ലാ പുണ്യങ്ങളുടെയും വിളനിലമായിരുന്നു എന്ന് പറയുമ്പോൾ സ്തുത്യർഹമായ സേവനം, നല്ല കുടുംബനാഥ, നല്ല ബന്ധങ്ങൾ, സഹനങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലുമൊക്കെ ഹൃദയശാന്തത, ഹൃദയാർദ്രത, യഹൂദ പാരമ്പര്യങ്ങളിലും നിയമങ്ങളുമൊക്കെ കൃത്യമായി അനുഷ്ഠിച്ചുകൊണ്ട് ഒരു നല്ല കുടുംബനാഥയായി ജീവിച്ചുകൊണ്ട് ഹൃദയശാന്തതയും ഹൃദയാർദ്രതയും കാത്തു സൂക്ഷിച്ച പരിശുദ്ധ അമ്മ. ആ അമ്മയാണ് ഈ വിമല ഹൃദയ തിരുനാൾ ദിവസം നാം ഒരിക്കൽ കൂടി സമീപിക്കുന്നത്. ആ അമ്മയുടെ സാന്നിധ്യമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരീ സഹോദരന്മാരോടും ഉള്ള എളിയ അഭ്യർത്ഥന ഇതാണ്: വിമല ഹൃദയത്തിലേക്കൊന്ന് നോക്കുക. ഹൃദയ ആർദ്രതയും ഹൃദയ നൈർമല്യവും അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുക.
ഈശോയുടെ ഹൃദയം പോലെ തന്നെ ആ ഹൃദയത്തിലെ മുഴുവൻ ആർദ്രഭാവങ്ങളും പരിശുദ്ധ അമ്മയ്ക്കും സ്വീകരിക്കാൻ സാധിച്ചു. ഈ വിമല ഹൃദയ തിരുനാൾ ഈ വിധത്തിൽ നമ്മൾ കടന്നുപോയ എല്ലാ അമ്മമാരെയും, ആ വിധത്തിൽ വേദന അനുഭവിക്കുന്ന എല്ലാ അമ്മമാരെയും ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലുമ്പോൾ ഈ അമ്മമാരുടെ മനസ്സിലെ നന്മകളും നമുക്ക് കൊണ്ടുവരാം. അവർക്കും ആശ്വാസവും സമാധാനവും ആകുവാനുള്ള കൃപ പരിശുദ്ധ അമ്മ വഴി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.